ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മീൻ മസാല ഉണ്ടാക്കാം. മീൻ മസാല ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അതിന് ആവശ്യമായിട്ടുള്ള സാധനം തക്കാളി, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചതാണേ. പിന്നെ പാൻ വെച്ചു, അതൊന്ന് ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവയും കൂടെ ഇടണം. അപ്പോൾ ഉലുവ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കടുക് മാത്രം ഇട്ട് കൊടുക്കാം. ഉലുവേക്കാളും ഉലുവ പൊടിയാണ് കേട്ടോ ഇടാനുള്ളത്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും കടുകൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. മസാലകളെല്ലാം ചേർക്കാം. ഉപ്പ് കുറച്ച് മതി. നമ്മൾ മീനിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് മതി. ഇപ്പം ഞാൻ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. വലിയ എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി കൂടെ ഇടാം. അടുത്ത് നമുക്ക് പെരുംജീരകമാണ് ഇട്ടത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ചെറിയ തീയിലിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മീനെല്ലാം അതിലോട്ട് പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു 5 മിനിറ്റ്. നമ്മുടെ മീൻ മസാല നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് മറിച്ച് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് മറിച്ചിട്ടിട്ട് വരാം. മറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ മസാല. കാണാൻ പറ്റുന്നുണ്ടോ? മറിച്ച് ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചൂടോടെ കഴിക്കാം. അപ്പം നമ്മളെ ചോറും മീൻ മസാലയും കൂടി ഞാൻ കഴിക്കാൻ പോയാണ്. ചോറെടുത്തിട്ടുണ്ട്, മസാല ചേർത്ത് ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. മീനിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് മീനിൽ മസാലയൊക്കെ പുറത്ത് വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട്. കൊള്ളാം, അടിപൊളി. ഇത് ഞാനൊരു ഏതോ ഒരു വ്ളോഗിൽ കണ്ടൊരു വീഡിയോ ആണേ. അത് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മസാല ഇത് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മത്തി മീൻ ആണ് ഇതിനത് ബെസ്റ്റ്. ഞാൻ 2 ദിവസം കൊണ്ട് മത്തിക്ക് നടക്കായിരുന്നു, കിട്ടിയില്ല. പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കൊള്ളാം, നല്ല അടിപൊളി. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ.